കേസ് ഈ തൃശ്ശൂരിലെ തോൽവിയിൽ കൃത്യമായി പ്രചരണത്തിനടക്കം മുതിർന്ന നേതാക്കളൊന്നും എത്തിയിരുന്നില്ല എന്നൊരു പരാതി കെ മുരളീധരൻ ഇന്നലെ ഉയർത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ അദ്ദേഹം പൊതുപ്രവർത്തനത്തിൽ നിന്ന് പൊതുജീവിതത്തിൽ നിന്ന് മാറി നിൽക്കുകയാണ് എന്നൊരു പരാമർശം കൂടി നടക്കുന്ന സാഹചര്യമുണ്ട്. മുരളീധരൻ്റെ വിഷയം കോൺഗ്രസിനെ സംബന്ധിച്ച് മറ്റെന്തിനേക്കാളേറെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു വിഷയമാണ്. ആ വിഷയം തോന്നിയ രീതിയിൽ ചോദ്യത്തിന് ഉത്തരം പറയേണ്ടതല്ല. തൃശ്ശൂരിലെ കോൺഗ്രസിൻ്റെ ചരിത്രത്തിൽ ഇത്തരമൊരു അനുഭവം ആദ്യമാണ്. അതിനുള്ള അടിസ്ഥാനപരമായ കാരണങ്ങൾ എന്ത് എന്ന് പരിശോധിക്കണം. പാർട്ടി അതിനുവേണ്ടി നടപടി സ്വീകരിക്കുന്നു, അന്വേഷിക്കും, എല്ലാ വസ്തുതകളും അന്വേഷിക്കും, എന്തു പറ്റി എന്ന് പാർട്ടി വിലയിരുത്തും. തിരുത്തിപ്പോകാൻ സാധിക്കുന്നതാണെങ്കിൽ തിരുത്തിപ്പോകും. അതല്ലെങ്കിൽ പാർട്ടിയിലെ നേതാക്കന്മാരെല്ലാവരും കൂടി ഒരു തീരുമാനം കൈക്കൊള്ളും. അദ്ദേഹം അങ്ങനെ വിട്ടു നിൽക്കേണ്ട ആളല്ല. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഞാൻ നിങ്ങളുടെ തുടക്കത്തിലേ പറഞ്ഞില്ലേ, മുരളിയുടെ കാര്യം അങ്ങനെ പറയേണ്ടതല്ല, അങ്ങനെ ആലോചിക്കേണ്ട കാര്യമല്ല. മുരളീധരൻ ഈ പാർട്ടിയുടെ എല്ലാമാണ്. ഞങ്ങളൊക്കെ അത്രയേറെ ബഹുമാനത്തോടെ കാണുന്ന കെ കരുണാകരൻ്റെ മകനെ നമുക്ക് മറക്കാനും നമുക്ക് ത്യജിക്കാനും സാധിക്കില്ല. ഞങ്ങളെല്ലാം ഒറ്റക്കെട്ടായി മുരളിയോടൊപ്പം ഉണ്ട്. വന്നിരിക്കുന്ന ഈ തെറ്റുകൾക്ക്, അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വന്നിരിക്കുന്ന തോന്നലുകൾക്ക് എന്തെങ്കിലും പരിഹാരമുണ്ടെങ്കിൽ ആ പരിഹാരം ഏത് സന്ദർഭത്തിലും പ്രാവർത്തികമാക്കാൻ KPCC തയ്യാറാണ് എന്ന് ഞാൻ അദ്ദേഹത്തെ അറിയിച്ചിട്ടുണ്ട്. തീർച്ചയായും അന്വേഷിക്കാൻ പോകുമ്പോൾ പിന്നെ തൃശ്ശൂർ DCC അല്ലേ മറുപടി പറയേണ്ടത്. അവരുടെ കീഴിലല്ലേ ഇതെല്ലാം നടന്നിരിക്കുന്നത്. എന്താണ് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ സംഭവിച്ച പ്രശ്നം എന്താണ് എന്നുള്ളതാണ് എൻ്റെ പരാതി. എന്താണ് അദ്ദേഹത്തിൻ്റെതെന്ന് കേട്ടാലേ നമുക്ക് ഇത് ആരോടാണ് ചോദിക്കേണ്ടത്, ആരോടാണ് പറയേണ്ടത് എന്നതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും. അതിനുവേണ്ടി അദ്ദേഹത്തെ ഞങ്ങൾ കാണുന്നുണ്ട്. അദ്ദേഹത്തെ കണ്ട് സംസാരിക്കും. അദ്ദേഹം എന്ത് വില കൊടുത്തും അദ്ദേഹത്തെ പാർട്ടിയെ നിലനിർത്തി കൊണ്ടുപോകാനുള്ള തീരുമാനമായിരിക്കും കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ തീരുമാനം എന്ന് മാത്രം ഞാനിപ്പോൾ പറയും. ഏത് തിരുത്തിയിട്ട്? അല്ല, ഏത് സർക്കാർ? LDF സർക്കാരാ. ഇനി എന്താ തിരുത്താനുള്ളത്? എല്ലാം തീർന്നില്ലേ? ചൂട്ട വരെ കയ്യിലില്ല. എന്ത് തിരുത്താൻ അദ്ദേഹം പോണത്? ഒരു നാണോ ഇല്ലാത്തൊരു മുഖ്യമന്ത്രി എന്താ ജനങ്ങളോട് പറയുന്നത്? ഇത്രയും നാണം കെട്ട ഒരു പരാജയം ഏറ്റുവാങ്ങിയിട്ട് അദ്ദേഹത്തിൻ്റെ പ്രസംഗം. മറ്റൊരു മുഖ്യമന്ത്രിയാണെങ്കിൽ നോ കമൻസ് എന്ന് പറഞ്ഞു പോകും പത്രക്കാരെ കണ്ടാൽ. എന്തു പറയാൻ അദ്ദേഹത്തിന് അർഹത, അവകാശം? ഇവിടെ എത്രയാ സീറ്റ് അവർക്ക് കിട്ടിയത്? ഞങ്ങളെ വിമർശിക്കാൻ പിണറായി വിജയൻ ഒരു 100 ജന്മം ജനിച്ചാലാവോ?